ഞങ്ങൾ അവിടെ വന്നില്ല നേരത്തെ പാക്കില്ലേ വേറെ കാറിൽ പോയത് വഴി അവിടെ 20 രൂപ കൊടുത്താ വെച്ചാ അവിടെ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിങ് ഓക്കെ യൂട്യൂബ് ചാനൽ ട്രാവൽ സ്റ്റോറി വിത്ത് ഹരി കളങ്ങര ട്രാവൽ സ്റ്റോറി പേരെന്താ ഗണപതി ഇങ്ങതാനാ ഊര് ഇങ്ങതാനാ സുന്ദരപാണ്ഡിപുരത്തെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരു യാത്ര തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട്ടിലെ അതിമനോഹരമായ ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര. ഞങ്ങളിപ്പോ സുന്ദരപാണ്ഡിപുരത്തോട്ട് പോകുന്ന വഴിക്ക് ഈ കണ്ട ഒരു വഴി കണ്ടത് കാഴ്ചകളുണ്ട്. ഞാൻ റോഡ് സൈഡിൽ നെല്ല് മൂടയ്ക്ക് 1500 രൂപ. മൂട 75 കിലോ. 75 கிலோ. சாப்பாட்டுக்கு பருவரிசையா இருக்கும். ஆமா, இது தோசைக்கு தான் நல்லா இருக்கும். ஆமா, சோறுக்கு வந்து பருசா இருக்கும். அரிசி பருசா இருக்கும். இவங்க சோளம். ஊருதான் கம்பளி. தென்காசி மாவட்டம் ஆய்க்குடி பேரூராட்சி கம்பளி. தென்காசி மாவட்டம் ആയിക്കൂടി പേർരാജ് കമ്പിളി. ഞാനിപ്പോ നിൽക്കുന്നത് സൂര്യകാന്തി പൂക്കളുടെ ഇടയിലാണ്. കണ്ടോ എന്ത് രസം നോക്കി. ഇവിടെ ഒരാൾക്ക് വരാൻ വേണ്ടി ഇതിനകത്ത് കയറാൻ വേണ്ടി അവിടെ ഒരു ലേഡി ഇരിപ്പുണ്ട്. അത് ഒരാൾക്ക് 20 രൂപയാണ് ഇതിനകത്ത് കയറി കാണാൻ വേണ്ടി. പിന്നെ പൂക്കളം അവരോട് പറിക്കലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറിച്ച് നോക്കാം എന്ത് ഭംഗി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പൂവിന്റെ ഭംഗി നോക്കി. അടിപൊളിയല്ലേ. ഞങ്ങളിവിടെ എത്താൻ കുറച്ച് കറങ്ങിയൊക്കെയാണ് വന്നേട്ടോ. എന്നാലും നിങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങോട്ട് ഒരുപാട് പാടങ്ങളുണ്ട്. പിന്നെ ഉള്ളി കൃഷിയുണ്ട്. പിന്നെ ഇതുപോലെ സൂര്യകാന്തി പറഞ്ഞു. ഞങ്ങൾ ഇത് ഉദ്ദേശിച്ചാണ് കുറച്ച് ഇങ്ങോട്ട് വന്നത് ഇത് കാണാൻ വേണ്ടി. അപ്പം ഇത് റോഡ് ഞാൻ കുറെ ഉള്ളിലോട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഒരു അതിമനോഹരമായ കാഴ്ച കേട്ടോ. ഇപ്പൊ ഇവിടെ വെള്ളമൊക്കെ കുറച്ച് കുറവാണ്. ഇവിടെയൊക്കെ വെള്ളം വരാൻ വേണ്ടി ഇവർ കെട്ടിയിട്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. അവരിപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും ഈ ഒരു പ്രാവശ്യം കൂടി ഇവർ കൃഷി കാണുമെന്നാണ് പറയുന്നത്. അവർ അടുത്ത പ്രാവശ്യം അവർ ചോളം കൃഷി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു ചെറിയൊരു ഷെഡുണ്ട് കേട്ടോ. ഷെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യാനുള്ളതാണ്. അതാണ് കേട്ടോ. മോട്ടോറൊക്കെ വെച്ച് ഒരു കിണർ കേട്ടോ. അതൊന്ന് കാണിച്ചു തരാം. ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് കൂടുതൽ ആൾക്കാരും വരുന്നില്ല. എന്നാലും കണ്ട ഞാനൊന്ന് കാണിച്ചു തരാം. കിണറൊന്ന് കണ്ട. ഇതാണ് കിണർ. കണ്ട ഇവിടെ നിന്നാണ് വെള്ളം ഇവർ പമ്പ് ചെയ്തെടുക്കുന്നത്. കണ്ട പമ്പ് ചെയ്തെടുത്താൽ ഇതാണ് ടാങ്ക്. കണ്ട ഇച്ചിരി നല്ല പഴക്കമുള്ളതാണ്. നല്ല പഴക്കമുള്ളതാണ്. ഇതാണ് ടാങ്ക്. അപ്പൊ ഈ കൃഷിയെല്ലാം കണ്ട ഇതിനൊക്കെ കണ്ട തൂക്കണാം കുരുവി. ഞങ്ങളവിടെ പറഞ്ഞ തൂക്കണാം കുരുവിയുടെ കൂടാണ്. കണ്ടേ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട എന്താ എന്ത് രസമായി. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണാനില്ല. ഇതിവിടെ കിടക്കും. ഒന്ന് കിട്ടിയെങ്കിൽ അത് എടുത്തായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് നിങ്ങൾക്ക് ഒരു ദിവസത്തെ നല്ലൊരു യാത്ര തുടങ്ങി ഇവിടെ വരുത്താൻ വേണ്ടി എത്തിയാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാം. ഏതും കണ്ട തക്കാളിയുണ്ട്. അതിന് തൊട്ടും ബാക്കിലുള്ള ആ ടാങ്ക് കിണറിന് ബാക്കിലുള്ള ഇതാണ് ഫ്രഷ് തക്കാളി. പച്ച തക്കാളിയാണ് കേട്ടോ. സുന്ദരപാണ്ഡിപുരത്തിന് അവിടുത്തെ സൂര്യകാന്തി പാർക്കിൽ നിന്ന് വന്നപ്പോ വഴി കണ്ടൊരു കാഴ്ചയുണ്ട്. ഇങ്ങോട്ട് നോക്കി വലിയൊരു മരവും. ഇങ്ങോട്ട് നോക്കി കണ്ടോ. മരത്തിന്റെ ഒക്കെ ഇവിടെ കൊണ്ട് ഒരു വലിയൊരു കുളമാണ് കേട്ടോ. കുളം എന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് നല്ല രസമുള്ള സ്ഥലം. അവിടെ വെച്ചപ്പോഴും അത് വേറെ നല്ലൊരു കാഴ്ച കണ്ടുകൊണ്ടാണ് നിർത്തിയത്. ഉള്ളി. അപ്പൊ ഞാനിവിടെ ചോദിച്ചു ഈ ഉള്ളി കൃഷി അവിടെ നിന്ന് എടുക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് കണ്ടോ. അത് അവിടെ നിന്നാണ് എടുക്കുന്നത്. കണ്ടോ അവിടെ നിന്ന് എടുക്കുന്നത്. അവിടെ നിന്ന് ചുമന്ന് കൊണ്ടുവരണം. അപ്പം ഇത് ബൾക്കായിട്ട് ഒരു തരത്തുള്ളൂ. ഒരു ലോഡ് കണക്കിനായിട്ട്. അത് നമ്മളെ കേരളത്തിലുള്ള വരുന്നതാണ്. ഇത് കിലോ കണക്കിന് ഒരു തരത്തില്ല. ഇതിന്റെ അടുത്ത് തന്നെ വേറൊരു നല്ലൊരു സ്ഥലമുണ്ട്. അന്യൻപാറ. അന്യൻ സിനിമ ഷൂട്ട് ചെയ്തത് ഏതാണ്ട് ഒരു 20 വർഷം വരുമെന്ന് തോന്നുന്നു. ഷൂട്ട് ചെയ്ത ഒരു അന്യൻ പാറയുണ്ട്. ആ പാറയാണ് കാണുന്നുണ്ട്. ആ പാറ കണ്ടോ.
ആ പാറയിലോട്ട് ഇനി പോകുന്നത്. അപ്പൊ ഇതിവിടെ കണ്ടുകൊണ്ട് ഇവിടെ നിർത്തി നിങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചതാണ്ട. അവിടെ നിന്ന് ഒരു അമ്മമ്മ കൊണ്ടുവരുന്നുണ്ട്, ചേച്ചി കൊണ്ടുവരുന്നുണ്ട്. ഇത് കൊണ്ടുവന്ന് ഇവിടെ തട്ടുന്നുണ്ട്. നോക്കി ഇത് അവിടെ നിന്ന് കൊണ്ടുവരുത്. ആ വയലില്ല. ആ ഇനി ഇതൊക്കെ കൊണ്ടുപോകുന്നു. ഇത് എവിടെ കൊണ്ടുപോകുന്നത്? മാർക്കറ്റിൽ കേരള അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഇവിടുന്ന് പിന്നെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യല്ലേ അത്? ആ പറക്കും. ആ പോയി ഇവിടെ കൊണ്ടുപോകും. അല്ല ലൂസായിട്ട് കൊടുക്കാതെ? ഇല്ല, കൊടുക്കില്ല. മൊത്തമായിട്ട് കൊടുക്കുള്ളൂ. ആ കണ്ട അവരങ്ങനെ കൊടുക്കത്തില്ല, ലൂസായിട്ട് കൊടുക്കത്തില്ല, മൊത്തമായിട്ടേ കൊടുക്കത്തുള്ളൂ. ഇനി അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഇനി അതൊരു പല സ്ഥലങ്ങളിലായിട്ടാണ് പോകുന്നത്. എന്നാലും അതൊരു നല്ലൊരു കാഴ്ചയാണ്. ചേച്ചിയുടെ പേരെന്താ? ഗണപതി. ഇങ്ങതാനാ ഊര്? ഇങ്ങതാനാ? ആ ഇവിടെ കൃഷി സ്വന്തമായിട്ട് ഇത് വേറെ ആൾക്കാരുടെ പൈസക്ക് വേലക്ക് നിൽക്കുന്നത്. ആ അപ്പൊ ഇത് ഈ ഉള്ളിലാണ് ഇവിടെ ഉള്ളത്. ബാക്കി പെരുസായിട്ടുള്ളതൊക്കെ ആ ഈ വെങ്കായം ഇത് ചെറിയ ഉള്ളിതാ. കിഴക്കാണ് സുന്ദരമണ്ടൂര്. ആ ആ ശമ്പളം അതിന്. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി ഇവിടെ ഓക്കെ ഓക്കെ ഇപ്പൊ ശമ്പളത്തിന് നിൽക്കുന്നതാണ്. അവരവിടെ നോക്കിക്കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഈ ഉള്ളി മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി ഈ വെളുത്തുള്ളി എല്ലാം ആ സൈഡിൽ നിന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നെല്ല് കാല കൂടുതലും. നെല്ല് കൂടുതൽ ഇരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും പോകാൻ കേട്ടോ, നല്ല ചേച്ചി. അപ്പൊ അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ അവര് കൂലിക്ക് നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അതൊരു നിങ്ങൾക്ക് നല്ല കാഴ്ച ഇഷ്ടപ്പെടില്ലേ? നല്ലൊരു കാഴ്ചയാണ്. ഇനി അഞ്ഞിൻ പറയിലോട്ടൊന്ന് പോവാം. അവിടത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. തമിഴ്നാട്ടിലെ ഇങ്ങനെയൊക്കെ ഈ കൃഷിപ്പാടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ, സ്ത്രീകളെല്ലാം ആണുങ്ങളായാലും അവർക്ക് ആറ്റിൽ പാവങ്ങളാട്ടോ ഒരു തുച്ഛമായ വേതനത്തിനൊക്കെയാണ് അവരിങ്ങനെ ജോലി ചെയ്യുന്നത്. ഞാൻ നേരത്തെ കുറെ ആൾക്ക് ചോദിച്ചപ്പോഴേക്കും അവർക്കൊക്കെ തുച്ഛമായ ശമ്പളം ഉള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് അന്യൻ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് 20 വർഷത്തോളം ആയെന്നാണ് പറയാനായിട്ട്. ഇപ്പോൾ ഞാൻ തിരിച്ചത് ഈ അന്യൻ പാറയുടെ ഏറ്റവും ടോപ്പിലാണ്. ഇവിടെ 2, 3, 4, 5 പാറകളുണ്ട്. 5 പാറകളിലും സിനിമാ നടന്മാർ കരുണാനിധി, MGR ഇങ്ങനെയൊക്കെയുള്ളവരുടെ ഇത്രയും പടങ്ങൾ കണ്ടു. പക്ഷെ അത് കുറെയൊക്കെ നശിച്ചു പോയി കേട്ടോ. അതാണ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അടുത്ത് നോക്കുമ്പോൾ നമുക്കത് തെളിയുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റില്ല. അവരവിടെ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നത് കണ്ടോ. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി, ഈ ഇതിന്റെ ടോപ്പിൽ നിന്നുള്ള കാഴ്ച നോക്കി, നെൽപ്പാടങ്ങളുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു ഉള്ളിക്കൃഷി, പിന്നെ നെല്ല്, തക്കാളി, ഇങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. സുരാന്തി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പേരെന്ത്? എത്ര സ്കൂളിൽ പഠിക്കും? തേടാ. ടെൻത്തിലാ? ഞങ്ങൾ അവിടെ വന്നില്ല നേരത്തെ. പാക്കില്ലേ വേറെ കാറിൽ പോയത് വഴി? അവിടെ 20 രൂപ കൊടുത്തയച്ച അവിടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ്. ഓക്കെ. യൂട്യൂബ് ചാനൽ ട്രാവൽ സ്റ്റോറി വിത്ത് ഹരി കളങ്ങര. ട്രാവൽ സ്റ്റോറി.